സംസ്ഥാനത്തെ നെൽകർഷകർക്ക് നെല്ലിനുള്ള താങ്ങുവിലയ്ക്ക് മുകളിൽ നൽകുന്ന പ്രോത്സാഹന ബോണസ് തുടരുമെന്നും അക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ നെൽകർഷകർക്ക് നെല്ലിനുള്ള താങ്ങുവിലയ്ക്ക് മുകളിൽ നൽകുന്ന പ്രോത്സാഹന ബോണസ് തുടരുമെന്നും കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. നമുക്ക് കുറെ കാലങ്ങളായി കേന്ദ്രം നമ്മൾ നെല്ല് സംഭരിച്ചതിന് പണം നൽകാനുണ്ട് എന്നുള്ളതാണ്. നെല്ല് സംഭരിച്ചതിന് പണം നൽകാനുണ്ട് എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകാൻ പറ്റൂല. കേരളം കർഷകർക്ക് കൊടുത്ത പൈസയാണ് 1343 കോടി 83 ലക്ഷം രൂപ. കേരളം ചെലവാക്കിയ തുകയാണ്. ആ തുകയാണ് കേരളത്തിന് കിട്ടാനുള്ളത്. അപ്പൊ ഇങ്ങനെ സർക്കാരിനെ ഞെരുക്കി കഴിഞ്ഞാൽ കർഷകർക്ക് നൽകാനുള്ള പണം നൽകുന്നതിലുള്ള പ്രയാസം ഉണ്ടാവുകയും കർഷകർ ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായി കർഷകർ ക്രമേണയായി കൃഷിയിൽ നിന്നും മാറുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഈ പണം നൽകാതിരിക്കുന്നത് എന്ന് വേണം ഇപ്പോൾ കരുതാൻ. നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ എത്തുന്നത് അതിന് മുന്നോടിയായി ഇത്തരം ചില കാര്യങ്ങൾ ചെയ്തു വെച്ചോണ്ടാണ്. 2405 കോടി രൂപ ഈ 5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ നെൽകർഷകർക്ക് സഹായധനമായി മാത്രം സർക്കാർ നൽകിയിട്ടുണ്ട്. വിത്തിന്റെ സൗജന്യവും വൈദ്യുതി സൗജന്യവും ഉഴവുകൂലി സൗജന്യവും മറ്റ് സൗജന്യങ്ങളുടെയും കണക്കില്ലാതെ തന്നെയാണ് പ്രോത്സാഹന ബോണസ് എന്ന ഇനത്തിൽ മാത്രം കേരളം നൽകിയിട്ടുള്ള തുകയാണ് അതെല്ലാം. നമ്മൾ ആവശ്യപ്പെടുന്നത് ഓരോ സ്റ്റേറ്റിനും ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ചിട്ടുള്ള MSP, സ്റ്റേറ്റ് സ്പെസിഫിക് MSP പ്രഖ്യാപിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ 30-നേക്കാൾ വർദ്ധിക്കും, 30-നേക്കാൾ കൂടണം, 40 രൂപയെങ്കിലും ആവണം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അവസരത്തിലാണ് സംസ്ഥാനം നിങ്ങൾ കുറയ്ക്കണം എന്ന് പറയുന്നത്. കേവലമായ ഒരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ പേരിലൊന്നും അല്ല, നെൽകൃഷി ഒഴിവാക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തോടെ. നെൽകൃഷി മാത്രമല്ല, ഗോതമ്പ് കൃഷിയും ഒഴിവാക്കുക. കൃഷി ഒഴിവാക്കണം. കൃഷിയോട് എന്തിനാണ് ഇത്ര ഒരു ചതുർത്ഥി എന്ന് മനസ്സിലാവുന്നതേ ഇല്ല. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. യഥാർത്ഥ ഉൽപാദന ചെലവ് കൂടി പരിഗണിച്ച് നെല്ലിന്റെ താങ്ങുവില അടിയന്തരമായി 40 രൂപയായി നിശ്ചയിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കുറഞ്ഞ താങ്ങുവില 40 രൂപയായി നിശ്ചയിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതും പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്നുമുള്ള ആവശ്യവും കേരളത്തിലെ നെൽകർഷകരെ ബോധപൂർവം ദ്രോഹിക്കുവാൻ കൈക്കൊള്ളുന്ന നടപടികളാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മുകളിൽ കയറുന്ന കേന്ദ്ര നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന് കോർപ്പറേറ്റുകളോട് പ്രണയവും കർഷകരോട് വിദ്വേഷവുമാണ്. കേന്ദ്ര സർക്കാരിന്റെ വാദഗതി കാർഷിക രാജ്യമായ ഇന്ത്യക്ക് അംഗീകരിക്കാനാകില്ല. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ നെല്ലും കൃഷിവകുപ്പ് സംഭരിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും നെല്ല് സംഭരിക്കേണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് ആവശ്യപ്പെടുന്നത്. ഇന്ത്യ-US വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ധാന്യ ഇറക്കുമതിക്കായി നിലമൊരുക്കുകയാണ് BJP നേതൃത്വം നൽകുന്ന സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.